അധികം ആരും കേട്ടിട്ടില്ലാത്ത എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദ കോസ്മെറ്റോളജി. എന്നോടൊപ്പം ഉള്ളത് ദേവാമൃതം പഞ്ചകർമ്മ ആൻഡ് ആയുർവേദ കോസ്മെറ്റോളജി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അമൃത. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇപ്പോൾ ആദ്യം തന്നെ സാധാരണക്കാരെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പം അത് ബാഹ്യമായ ഒരു ചികിത്സ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സന്തുലിതാവസ്ഥയിലൂടെ ബാഹ്യമായ ചികിത്സ പ്രാധാന്യം നൽകുന്നതാണ് ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുന്നത്. അതിൽ ജീവിതശൈലി, മാനസിക ആരോഗ്യം, അതിൽ എല്ലാം നമ്മൾ പ്രാധാന്യം നൽകിയിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അതൊരു ചർമ്മത്തിൻ്റെയും അതേപോലെ തന്നെ മുടിയുടെയും ചികിത്സ, അത് ആ ഒരു രോഗാവസ്ഥയെ മാത്രമല്ല അതിൻ്റെ മൂലകാരണങ്ങൾ കൂടി കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, ഈ കെമിക്കൽ കോസ്മെറ്റോളജിയും ആയുർവേദ കോസ്മെറ്റോളജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരിക്കും? ഇപ്പോൾ കൂടുതലും എല്ലാവരും ഈ കെമിക്കൽ കോസ്മെറ്റോളജി മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ട്രെൻഡിങ് ഇപ്പോൾ ആവുന്നേ. അതെ അതെ. അപ്പോൾ എന്തായിരിക്കും ആ ഒരു വ്യത്യാസം? ഓക്കെ, ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറയുമ്പം നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് കൂടുതലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സൈഡ് എഫക്ട്സ് ഇല്ല. അത് മാത്രമല്ല, നമുക്ക് ആയുർവേദ കോസ്മെറ്റോളജിയിൽ മെയിനായിട്ട് നമ്മൾ ബാഹ്യമായ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകാതെ അതിന് രോഗപ്രതിരോധം, അതുപോലെ തന്നെ അതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് വളരെ കുറവായിരിക്കും. പിന്നെ ആയുർവേദ കോസ്മെറ്റോളജിയിൽ നമുക്ക് ട്രീറ്റ്മെന്റിന് കുറച്ച് ടൈം എടുക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ളൊരു റിസൾട്ടാണ് മെയിനായിട്ട് കാണുന്നത്. കെമിക്കൽ കോസ്മെറ്റോളജിയിൽ അവർ ആ ഒരു ലക്ഷണങ്ങൾക്കായിരിക്കും, രോഗലക്ഷണങ്ങൾക്കായിരിക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അത് ക്വിക്ക് റിസൾട്ട് ആയിരിക്കും, പക്ഷേ ആ ഒരു റിസൾട്ടിന് അത്ര ലോങ് ടൈം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് അല്ലേ? അതെ, നമ്മളല്ല ഇത്രയും ഡ്യൂറേഷൻ കുറച്ചുകൂടി. അതെ, നമ്മൾ അത് കൂടുതലും പിന്നീട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് നമ്മൾ എന്താണോ നമ്മൾ ഭാഗ്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് പേഷ്യൻ്റ് പറയുന്നെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കണ്ടെത്തി അതിനെയും കൂടെ ചികിത്സിക്കാൻ നമ്മൾ തയ്യാറാണ്. ആണ്. ഓക്കെ, അതെങ്ങനെയായിരിക്കും? ഈ ഉള്ളിലേക്ക് എന്തായിരിക്കും, മെഡിസിൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്? അതെ, മെഡിസിൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. കഷായം, അത് ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. നമുക്കൊരിക്കലും നമ്മുടെ ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞിട്ട് ഈവൻ മുഖക്കുരു തന്നെ വരികയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു പുറമേ ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രം അതിൽ വ്യത്യാസം വരത്തില്ല. എന്താണോ അതിന് കാരണം എന്നുള്ളത് അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ബാക്കി ഫേഷ്യലും കാര്യങ്ങളും എല്ലാം നമ്മൾ പുറമേ ഉള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ നടക്കും, പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ അത് അവർക്ക് പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പഥ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് ഫോളോ ചെയ്യുക. അതാണ് നമ്മൾ ആയുർവേദ കോസ്മെറ്റോളജി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ആയുർവേദത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നാണ് ഡോക്ടറിന് തോന്നുന്നത്? ഇന്നത്തെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ ആയുർവേദത്തിന് നല്ല പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവസ്തുക്കളുടെ ഉപയോഗം, അതിൻ്റെ സൈഡ് എഫക്ട്സ് ആൾക്കാരിലേക്ക് നല്ലൊരു അവബോധം വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇപ്പം ഒരു 2023 ഒരു 5.2 മില്യൺ ആയിരുന്നു നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കണ്ടത്. അത് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് 2033 ആകുമ്പോഴത്തേക്കും ഒരു $14 മില്യൺ ആയിട്ടെങ്കിലും അത് ഉയരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ, കറ്റാർവാഴ, മഞ്ചിഷ്ട തുടങ്ങിയ ആയുർവേദ പ്രകൃതിദത്തമായിട്ടുള്ള സാധനങ്ങൾ കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദ ഇപ്പം ഉള്ള കാലത്ത് ആയുർവേദ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ വളരെ വേഗം തന്നെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അല്ല, ഈ ആയുർവേദം ആയതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളൊന്നും ഇല്ല, അതായത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ആളുകൾക്കും ആയുർവേദം ഓക്കെ ആയിരിക്കും? ഒരിക്കലും നമുക്ക് ആയുർവേദമായതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം നമ്മൾ ഒരു ഡോക്ടറെ കാണാതെ നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് മേടിച്ച് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ്, എന്തെങ്കിലും അലർജി കാര്യങ്ങൾ വരാം. അപ്പോൾ ഒരു ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം നമ്മൾ പുറമേ ആണ്, നമ്മൾ വിചാരിക്കും പുറമേ അല്ലേ അപ്ലൈ ചെയ്യുന്നത്, അതിൽ അലർജിയോ കാര്യങ്ങളോ ഒന്നും വരില്ല, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നിൻ്റെ അത്രയും സീരിയസ്നെസ്
കസ്റ്റമേഴ്സ് നമ്മൾ പുറമേ കൊടുക്കുന്ന മരുന്നിന് കാണിക്കാറില്ല. പക്ഷേ നമ്മൾ പുറമേ കൊടുക്കുന്ന മരുന്നായാൽ പോലും ഒരു ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രം നമ്മൾ ആ മരുന്ന് എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പുറമേ ഉള്ളൊരു ലേപങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് എവിടെയെങ്കിലും ഒരു പാർട്ടിൽ ചെറിയ ഒരു പോർഷനിൽ ആ മരുന്ന് അപ്ലൈ ചെയ്ത് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കംപ്ലീറ്റ്ലി അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും ആയുർവേദത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയുണ്ട്. അതായത് നമ്മുടെ വാത പിത്ത കഫ എന്ന് പറയുന്ന പ്രകൃതിയുണ്ട്. ആ പ്രകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കോസ്മെറ്റോളജിക്കൽ എല്ലാ കേസിലും ഹെയർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും എല്ലാ സ്കിൻ ആണെങ്കിലും എല്ലാ കേസിലും നമ്മൾ ഇത് മുന്നേ നിർത്തിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രോഡക്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് അല്ലെങ്കിൽ ആയുർവേദ പ്രോഡക്റ്റ് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഈ ആയുർവേദത്തിൻ്റെ കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായിരിക്കും? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ചികിത്സ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ പ്രകൃതിയാണ്. ഒരാൾക്ക് തന്നെ സെയിം അസുഖങ്ങൾ ഉണ്ടാവാം, പക്ഷേ അവരുടെ പ്രകൃതിയിൽ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ കോസ്മെറ്റോളജി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോങ് ടൈം എടുക്കും. അപ്പം ഒരു ക്വിക്ക് ഫിക്സ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ വരും. അതായത് ഭക്ഷണക്രമത്തിലായാലും വ്യായാമത്തിലായാലും ഉറക്കത്തിലായാലും ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ മാത്രമേ നമുക്ക് ആയുർവേദ കോസ്മെറ്റോളജി കൊണ്ട് മുന്നോട്ട് ക്ഷമ വേണമെന്ന് തന്നെ പറയാം. അപ്പോൾ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുമ്പം ഔഷധങ്ങൾ മേടിക്കുമ്പോൾ അത് നല്ല ഒരു ബ്രാൻഡാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യുക. അതാണ് മെയിനായിട്ട് നമ്മൾ ആയുർവേദ കോസ്മെറ്റോളജി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഈ സ്കിൻ പ്രോബ്ലം ആയിട്ട് വരുന്ന ആളുകൾക്കായിരുന്നാലും അത് ഓരോരുത്തർക്കും ഓരോ കണ്ടീഷൻ അനുസരിച്ചല്ലേ ട്രീറ്റ്മെന്റ്? അതെ. ഒരു പേഷ്യൻ്റ് 2 പേർക്കും സെയിം അസുഖമായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നിരുന്നാലും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വേറെ തന്നെ ആയിരിക്കും. ഓക്കെ. ഒരു ആയുർവേദ കോസ്മെറ്റോളജിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.